Hi friends, Go for Crafts like Swagatham. In the Namma video, gold ball chain use tassels engane undakam allathu nokkam. Ippozhuthe trend tassels bayangara fashion aanu. So usually tassels namma cotton thread silk thread use cheyyarunde. So adile korchu vyathyasthamayi namma ee ball chain use cheyyum. This ball chain usually we golden color jumka decoration part use cheyyarunde. So adile palavitha colors available aanu. ഞാൻ ഇവിടെ പർപ്പിൾ കളറാണ് എടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ ആവശ്യമുള്ള മെറ്റീരിയൽസും ചെയ്യേണ്ട വിധം നമുക്കിപ്പോൾ നോക്കാം. അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ് മിസ്സാകാണ്ടിരിക്കാൻ. ഇപ്പോൾ മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞ മാതിരി പർപ്പിൾ കളർ ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട്. ദെൻ പർപ്പിൾ കളർ ത്രെഡും എടുത്തിട്ടുണ്ട്, സിൽക്ക് ത്രെഡാണ്. ആൻഡ് ഫാബ്രിക് ഗ്ലൂ, പിന്നെ മെഷർ നമുക്കിത് ടാസൽസിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് ടേപ്പ്, ജോയിനിങ് പാർട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഫ്ലവർ ക്യാപ്പ്, സിൽവർ ബീഡ്സ്, ഐപിന്ന്, ഹുക്സ്. സോ അത്യാവശ്യം നമുക്ക് വേണ്ട ടൂൾസ് കട്ടറ്, നോസ് പിന്ന്, ഇല്ലാച്ചാൽ മോൾഡ് ചെയ്യാൻ ആവശ്യമില്ല പിന്ന്, പിന്നെ സീസർ. ഇവിടെ ഞാനെല്ലാം സിൽവർ ബേസ് എടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ പ്രസൻറ്റ് ട്രെൻഡിലുള്ളത് സിൽവർ കളറാണ്. സോ നിങ്ങൾ മാച്ചിങ് കളറിന് ഗോൾഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഗോൾഡ് ബേസ്ഡിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ 3-4 ഐറ്റംസും ഗോൾഡ് കളർ ഷെയ്ഡിൽ എടുക്കേണ്ടി വരും. അതായത് ഗോൾഡ് ബീഡ്സും ഗോൾഡ് ഫ്ലവർ ക്യാപ്സും ഇതും. പിന്നെ ഇവിടെ ഞാൻ ഫ്ലവർ ക്യാപ്സ് എടുത്തത് ഇത്തിരി വലിയ സൈസാണ്. സോ അത് കാരണം നമ്മൾ ലെങ്ത് അറൗണ്ട് 20 ലൈൻ ടാസൽസ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇതിൽ ചെറിയ സൈസും നമുക്ക് കിട്ടും. സോ ആ ചെറിയ സൈസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ലൈൻ കൗണ്ട് കുറച്ചും കൂട്ടിയും പ്ലാൻ ചെയ്യണം. സോ ഇവിടെ മെഷർമെൻറ്റ് എടുക്കുന്ന രീതി കാണിച്ചു തരാം. ഞാനൊരു 2.25 ലെങ്ത്തിൽ ടാസലാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിന് നമ്മൾ ഒരു എക്സസൈസ് 2.5 ഇഞ്ച് നമ്മളെ മെഷർമെൻറ്റായിട്ട് എടുക്കണം. സോ ഇതാണ് നമ്മളെ മെഷർമെൻറ്റ് ലെങ്ത്ത്. ഇതിൽ നമുക്ക് കുറച്ചൊരു 1/4 ഇഞ്ചോളം ത്രെഡിങ്ങിന് പോവും, ഒരു 1/4 ഇഞ്ചോളം നമ്മൾ ലെവൽ ചെയ്യുമ്പോൾ പോവും. സോ അതുകൊണ്ട് അതെല്ലാം മനസ്സിൽ വെച്ച് ഇതിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ തന്നെ എടുത്തിട്ടുണ്ട്. സോ 2.5 എടുത്തിട്ടുണ്ട്. സോ ഇതുപോലെ നമ്മൾ ഒരു 20 ലൈൻസ് കട്ട് ചെയ്ത് എടുക്കണം. സോ ഇവിടെ ഞാനൊരു 20 ലൈൻസ് സെയിം നമ്മളെ മെഷർമെൻറ്റിൽ 2.5 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ഇപ്പം ഓരോന്നായിട്ട് കറക്റ്റ് ലെവലിൽ ക്ലിയറായിട്ട് പിടിക്കണം. ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്ലിയറായിട്ട് ചെയ്യണം. അത്യാവശ്യം വേണമെങ്കിൽ ഇതിന് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം കൊടുത്തിട്ട് ചെയ്യാം. ഇനിഷ്യൽ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഒരു 5-10 എണ്ണം പിടിച്ച് അതിന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ് സൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റിക്കായി കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു 5 എണ്ണം കൂടി അതിന് സ്റ്റിക്ക് ചെയ്ത് അങ്ങനെ 20 എണ്ണം സ്റ്റിക്ക് ചെയ്ത് പിടിക്കാം. ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു 20 കൗണ്ട് ഉണ്ട്. സോ ഇതിന് നമ്മളിപ്പം സെയിം പർപ്പിൾ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ വേറെ ഏതെങ്കിലും കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ത്രെഡ് അത്യാവശ്യം നിയർ ബൈ കളർ എടുക്കാൻ നോക്കുക. സോ ഇതിങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കുമ്പം ഇത് ആവുന്നോളം മുറുക്കി ഒരു ഒരു സർക്കുലർ ഷേപ്പ് വരുന്ന മാതിരി റൗണ്ടായിട്ട് ടാസൽ ഫിനിഷിങ്ങിൽ നമ്മൾ ചുറ്റിയെടുക്കണം. സോ ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് ചുറ്റിക്കഴിഞ്ഞു. ഇതിന് നോട്ടിടണം. അതിന് വേണ്ട ഇവിടെ നോട്ടിട്ടു. സോ ഇതിന് നമുക്ക് ലൈഫ് കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഫുൾ സർക്കുലറായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യും. ഗ്ലൂ അപ്ലൈ ചെയ്ത് എല്ലാ ത്രെഡിനും ടച്ച് ആവുന്ന വിധം നോക്കിക്കോണം. ഇതൊരു 5-10 മിനിറ്റ്
ഡ്രൈ ആകാനായി വെക്കുക. ഇതിൽ മോൾ ഭാഗം കാണുന്ന എക്സസ് ബീഡ്സ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. ഗ്ലൂ ഏകദേശം ഡ്രൈ ആയി. ഇതിൽ നമ്മൾ ഇനിഷ്യൽ വിട്ട ഒരു നൂലിൻ്റെ ഇതുണ്ടല്ലോ അതും കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. സോ ഇതാണ് നമ്മളെ ടാസൽ. ടാസലായി. ഇതിൻ്റെ ജോയിനിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്കിപ്പം. സോ ഞാൻ പറഞ്ഞ മാതിരി ഐ പിന്ന്. സോ ഈ ഐ പിന്ന് നമുക്ക് മിഡിലായിട്ട് ഇൻസേർട്ട് ചെയ്യണം. ഇത് കറക്റ്റ് മിഡിൽ വരണം. സോ അത് വന്നില്ലെങ്കിൽ നമ്മളെ ടാസലിൻ്റെ പൊസിഷൻ മാറാൻ സാധ്യതയുണ്ട്. സോ ഇതിൻ്റെ മുകളിലേക്ക് കൂടെ നമ്മൾ എടുത്തിരുന്ന ഫ്ലവർ ക്യാപ്പ്, ഞാൻ കുറച്ച് വലിയ ഫ്ലവർ ക്യാപ്പാണ് എടുത്തത്. അതിനെ ഇതിൻ്റെ ലെവലിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുമാതിരി. പിന്നെ എടുത്ത് സിൽവർ ബീഡ്സ് ഇട്ട് നമ്മൾ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്ത് മോൾഡ് ചെയ്യും. ഇതാണ് ഫിനിഷ്ഡ് ടാസൽ. സോ ഇതിൽ നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് ഇതിൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത്ത് എല്ലാമേ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. സോ അതിനെ നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കും, അതായത് ലെവൽ ചെയ്യും. സോ ഇതാണ് ഫിനിഷ്ഡ് ടാസൽ. ഇതാണ് ഫിനിഷ്ഡ് ടാസൽ. ഇതിൻ്റെ പാരും ചെയ്തിട്ടുണ്ട്. സോ ഒന്നും കൂടി പാർ ചെയ്ത പിന്നെ നമുക്ക് വേണമെങ്കിൽ ലെവലിന് വേണ്ടിയിട്ട് ഒന്നും കൂടി കട്ട് ചെയ്ത് എടുക്കാം. സോ ലെവൽ ക്ലിയർ ആയില്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലെങ്ത്ത് അനുസരിച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞ മാതിരി 2 ഇഞ്ചസ് 2.2 ഇഞ്ചസ് ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് ലെങ്ത്ത് കുറച്ച് ചെറുത് വേണമെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് കട്ട് ചെയ്യാം. സോ ഫസ്റ്റേ കുറച്ച് ലെങ്ത്ത് കൂടുതൽ ചെയ്യുന്ന ബുദ്ധി എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മളെ ലെങ്ത്ത് അനുസരിച്ച് പിന്നെ കട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നീളം കൂട്ടാൻ പറ്റില്ല. സോ ഇതാണ് ഫിനിഷ്ഡ് ടാസൽ. ഇതുപോലെ ഞാനിവിടെ കളേഴ്സ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക്. സോ ഇതാണ് ഫിനിഷ്ഡ് ടാസൽ. ഇതുപോലെ വേറെ കളേഴ്സും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാച്ചിങ് കളർ ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിന് ബ്ലാക്ക്, റെഡിന് റെഡ് ബീഡ്സ്. സോ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈൽ കാണും. വേണമെങ്കിൽ സിൽവർ ബീഡ്സ് യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മളെ ക്രിയേറ്റിവിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ മിസ്സാകാണ്ടിരിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.